Hi all, welcome to Competitive Crackers. ഞാൻ ശ്രീകല. നമ്മുടെ കേറ്ററ്റ് പരീക്ഷ അല്ലെ, കേറ്ററ്റ് പരീക്ഷ ജൂണിൽ കഴിഞ്ഞു. അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ തയ്യാറെടുക്കുന്ന സമയമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കേറ്ററ്റ് കാറ്റഗറി 2 ഉദ്യോഗാർത്ഥികൾക്ക് സോഷ്യൽ ആണോ സയൻസ് ആണോ എടുക്കേണ്ടത്? ഒരുപാട് സംശയങ്ങൾ കുട്ടികൾക്ക് ഈ ഒരു ചോദ്യത്തെക്കുറിച്ചുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും ഒരു ക്ലാരിഫിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആർക്കൊക്കെ കേറ്ററ്റ് കാറ്റഗറി 2 സോഷ്യലും സയൻസും എഴുതാം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. കേറ്ററ്റ് കാറ്റഗറി 2 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഒന്നുകിൽ BEd അല്ലെങ്കിൽ TTC പ്ലസ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ, ഡിഗ്രി എന്തായാലും വേണം, ഡിഗ്രിയോടൊപ്പം TTC അല്ല എങ്കിൽ BEd, ഇങ്ങനെയുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് തീർച്ചയായിട്ടും കേറ്ററ്റ് കാറ്റഗറി 2 എക്സാം എഴുതാവുന്നതാണ്. ഇനി കേറ്ററ്റ് കാറ്റഗറി 2 നമുക്കറിയാം രണ്ടായിട്ടാണ്, സോഷ്യൽ നടത്തുന്നുണ്ട്, സയൻസും മാത്സും ഒരു കാറ്റഗറി. അപ്പൊ ഇതിൽ ഏതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം? ഇപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ കോമൺ ആയിട്ടുള്ള ഒരു ധാരണ എന്ന് പറയുന്നത്, നമ്മൾ ഡിഗ്രിക്ക് എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ BEdന് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് സയൻസ് വിഷയങ്ങളോ മാത്സ് വിഷയങ്ങളോ ആണ് എങ്കിൽ നമ്മൾ കേറ്ററ്റ് കാറ്റഗറി 2 സയൻസ് എടുക്കുക. അതല്ല നമ്മൾ BCom BA ആർട്സ് വിഷയങ്ങളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം, സോഷ്യൽ സയൻസ് എടുക്കാം. ഇങ്ങനെയാണ് ഉദ്യോഗാർത്ഥികളുടെ കോമൺ ആയിട്ടുള്ള ഒരു ധാരണ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ കൺവീനിയൻസ് ആണ്, അല്ലെ? ഇപ്പൊ നമുക്കറിയാം പല കാരണങ്ങൾ കൊണ്ട് സയൻസ് എടുക്കാൻ ആഗ്രഹിച്ചിട്ട് ആർട്സ് വിഷയങ്ങളിലേക്ക് പോയ ഉദ്യോഗാർത്ഥികളുണ്ട്. BA ഹിസ്റ്ററി, ജോഗ്രഫി അല്ലെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് പോയ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേരുണ്ട്. സയൻസ് ആയിരിക്കാം അവർക്ക് താല്പര്യം, അല്ലെങ്കിൽ PSCയുടെ പ്രാക്ടീസ് അല്ലെങ്കിൽ PSC എക്സാംസ് റെഗുലർ ആയിട്ട് എഴുതുന്നത് കൊണ്ട് തന്നെ സയൻസും മാത്സും അവർക്ക് കുറച്ചും കൂടി ഈസി ആവാം, അല്ലെ? അങ്ങനെയുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പൊ ഇവിടെ ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ താല്പര്യം. അതാണ് ഇവിടുത്തെ ഡിസൈഡിങ് ഫാക്ടർ. നിങ്ങൾ സയൻസ് ഗ്രൂപ്പ് ആണെങ്കിലും സോഷ്യൽ ഗ്രൂപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അതായത് ഇപ്പൊ ഞാൻ പഠിച്ചിരിക്കുന്ന വിഷയം ഗ്രാജുവേഷനും BEdനും ഒക്കെ സയൻസ് ആണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സയൻസിലും എടുക്കാം കേറ്ററ്റ്, അല്ലെങ്കിൽ കേറ്ററ്റ് സോഷ്യലിലും എടുക്കാം. ഏതിലെടുത്താലും ഒരു പ്രശ്നവും ഇല്ല. അല്ലാതെ സയൻസ് മാത്രമേ എടുക്കാവൂ എന്നൊരു നിർബന്ധവും ഇല്ല. ഇനി ഒരുപാട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഡിഗ്രി വിഷയങ്ങളെല്ലാം സയൻസ് ആണ്. പ്രത്യേകിച്ച് ബയോളജിക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി വിഷയം സയൻസ് ആണ്. BEdലേക്ക് വരുമ്പോൾ നാച്ചുറൽ സയൻസ് ആണ്. കേറ്ററ്റ് കാറ്റഗറി 2ലേക്ക് വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മാത്സ് കയറി വരുന്നുണ്ട് സയൻസ് എടുക്കുമ്പോൾ. അത് ഉദ്യോഗാർത്ഥികളിൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ എടുക്കാം, സോഷ്യൽ പഠിക്കാം എന്നുള്ളൊരു താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കേറ്ററ്റ് കാറ്റഗറി 2 സോഷ്യൽ സയൻസ് എടുക്കുന്നതിനും ഒരു തടസ്സവും ഇല്ല. ഇപ്പോൾ പലപ്പോഴും ബയോളജി പോലുള്ള വിഷയങ്ങൾ, സയൻസ് വിഷയങ്ങൾ എടുത്തതിന് ശേഷം മാത്സ് അറിയാത്തത് കൊണ്ടും അല്ലെങ്കിൽ PSC സംബന്ധമായി പഠിച്ചു വരുന്നത് കൊണ്ട് തന്നെ സോഷ്യൽ വിഷയങ്ങളിൽ അത്യാവശ്യം അറിവുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ പലരും എന്തെടുക്കാറുണ്ട്, കേറ്ററ്റ് കാറ്റഗറി 2 സോഷ്യൽ സയൻസ് ഓപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ പ്യോർലി അത് നിങ്ങളുടെ താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം, അതാണ് ഇവിടുത്തെ ഡിസൈഡിങ് ഫാക്ടർ. പക്ഷേ ഇത് എപ്പോൾ തീരുമാനിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഒരിക്കലും ഇത് തീരുമാനിക്കേണ്ടത് പരീക്ഷയ്ക്ക് മുൻപല്ല, ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട ആൾക്കാരാണ്, അല്ലെ? ഇപ്പൊ കേറ്ററ്റിന്റെ എക്സാം പാറ്റേൺ മാറിയത് ഉദ്യോഗാർത്ഥികൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. EVSലാണെങ്കിലും ഇപ്പൊ ഒന്നും വേണ്ട, K2 സയൻസിൽ അല്ലെങ്കിൽ K1ൽ തന്നെ നമുക്ക് തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻസ് കയറി വന്നിട്ടുണ്ട്, ശരിയല്ലേ? അതായത് പാറ്റേണിൽ നല്ല ചേഞ്ച് കാണിച്ചിട്ടുള്ള ഒരു എക്സാം ആണ് ഇപ്പൊ കഴിഞ്ഞൊരു എക്സാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പഠിക്കുവാണെങ്കിലും എന്ത് തീരുമാനിക്കുവാണെങ്കിലും അത് എപ്പോൾ ചെയ്യേണ്ട കാര്യമാണ്, ഇപ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ പരീക്ഷയോട് അടുപ്പിച്ചോ അല്ലെങ്കിൽ കുറച്ച് നാൾ പഠിച്ചു ഒരുപാട് മുന്നോട്ട് പോയി പരീക്ഷയോട് അടുപ്പിച്ച് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല ഇതൊക്കെ. നേരത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, തീരുമാനിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴല്ല ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പം അത് തീരുമാനിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം, എന്താണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്നറിയാനായിട്ട്. അത് മാത്രമല്ല, നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ ഇനിയത്തെ കേറ്ററ്റൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും ചേഞ്ചാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ കേറ്ററ്റ് എക്സാംസിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ EVSൽ തെർമോഡൈനാമിക്സ് കയറി വന്നു. ഇനി അതുപോലെ തന്നെ നമ്മളുടെ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസിൽ നല്ല വ്യത്യാസം വന്നു. ഇംഗ്ലീഷ് നോക്കുവാണെങ്കിൽ ഫ്രേസൽ വെർബിന് മാത്രം തന്നെ 4 ചോദ്യങ്ങൾ വന്നു. കേറ്ററ്റ് കാറ്റഗറി 2ലെ പാസേജ്, നിങ്ങൾ ഇപ്രാവശ്യത്തെ പാസേജ് കണ്ടിട്ടുള്ളവർക്കറിയാം, അത്യാവശ്യം നല്ല രീതിയിൽ കുട്ടികളെ വലച്ച ഒരു പാസേജ് ആയിരുന്നു ഇംഗ്ലീഷിൽ. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ തന്നെ നല്ല രീതിയിൽ വന്നിട്ടുള്ള ഒരു പരീക്ഷയാണ് ഇപ്പൊ കഴിഞ്ഞ കേറ്ററ്റ് എക്സാം. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് ചിന്തിക്കരുത്, അല്ലെങ്കിൽ എക്സാം ഡേറ്റ് ഡിക്ലെയർ ആവട്ടെ എന്ന് ചിന്തിക്കരുത്. ആദ്യമേ പഠിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ കേറ്ററ്റിന്റെ പുതിയ ബാച്ച് ഞങ്ങൾ ആരംഭിക്കുകയാണ്. നമ്മളുടെ ഗ്രൂപ്പ് ആക്ടിവിറ്റിയും കാര്യങ്ങളും ലൈവ് സെഷൻസും എല്ലാം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കേറ്ററ്റ് കാറ്റഗറി 2 മാത്രമല്ല കേട്ടോ, കേറ്ററ്റ് കാറ്റഗറി 1 ഉണ്ട്. ഇപ്പോൾ 3ലാണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അറബിക്, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, മാത്സ്,
അതുപോലെ എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഫിസിക്കൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത് ഫിസിക്കൽ സയൻസ് ഒരുപാട് അവസരം വരാൻ പോകുന്ന HSA നോട്ടിഫിക്കേഷൻ വരും. കേസൊക്കെ ഏകദേശം തീരുമാനമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഫിസിക്കൽ സയൻസ് നിങ്ങൾക്ക് എഴുതാനുള്ള എലിജിബിലിറ്റി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതിയെടുക്കുക. അതുപോലെ തന്നെ എല്ലാ K3യും അല്ലെ, ഇനി K3യുടെ കാലമാണ്, കാരണം HSA നോട്ടിഫിക്കേഷൻ ആണ് ഇനി വരാനുള്ളത്. അതുപോലെ തന്നെ LP UP കഴിഞ്ഞു എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, NCA വിജ്ഞാപനങ്ങൾ വരാൻ പോവുകയാണ്, അടുത്ത മാസത്തോടു കൂടി വരും എന്നുള്ളത് പത്രങ്ങളിൽ നമ്മൾ വായിച്ചറിഞ്ഞ കാര്യമാണ്. ഒത്തിരി അവസരമുണ്ട് മക്കളെ, നമ്മൾ പഠിക്കാത്ത പ്രശ്നമേ ഉള്ളൂ, നമ്മളുടെ ഒരു വില്ലിങ്നെസ്സിന്റെ പ്രശ്നം മാത്രമാണ്. ഓക്കെ, ഒരു പ്രാവശ്യം എഴുതിയെടുത്താൽ പോരെ, കേട്ടിട്ട് ലൈഫ് ലോങ് വാലിഡിറ്റി അല്ലേ, എന്തിനാണ് നമ്മൾ മാറ്റി വെക്കുന്നത്? സോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പഠിക്കുക. നമ്മുടെ ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്യുക. കേറ്ററ്റിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അറിവുകൾ അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് നമ്മളുടെ ചാനലിലൂടെയാണ് എപ്പോഴും ആദ്യം വരാറ്. 2016 മുതൽ CC അധ്യാപകരുടെ എല്ലാ പരീക്ഷകളിലും, അത് കേറ്ററ്റ്, സെറ്റ്, നെറ്റ്, LPSA, UPSA, HSA, HSS ഏതുമായിക്കൊള്ളട്ടെ, CC ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ബോർഡ് നമ്പറിൽ 8589083568. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ. താങ്ക് യു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.